ചവച്ചരയ്ക്കാനായിട്ട് ഇല്ല. അതുപോലല്ലേ കൊടുക്കുന്ന. ഈ പല്ല് നഷ്ടപ്പെടുന്നതിനുള്ള കാരണം എന്താ? കാരണം ഞാനിപ്പോൾ വ്യക്തമായ അല്ല എന്ന് പറഞ്ഞാൽ ഈ പഴങ്ങളൊക്കെ കഴിക്കുന്നതിൻ്റെ ഈ മരുന്നൊക്കെ അതിനകത്ത് അടിച്ചേക്കുന്നൊക്കെ ഒരു ഘടകമാണോ? അതിൻ്റെ ഒന്നും ഇല്ല. അതൊക്കെ ആനയ്ക്ക് ഈ തൊള്ളി മരുന്ന് കൊടുത്തുമൊക്കെ അങ്ങനെയൊക്കെ പോകും. ഈ കിട്ടിയല്ല നമസ്കാരം. VM പ്രതിവ് മീഡിയ വീണ്ടും സ്വാഗതം. ചിറക്കടവ് തിരുനീലകണ്ഠൻ വീണ്ടും നീരിൽ തളച്ചിരിക്കുകയാണ്. ഉത്സവപ്പറമ്പിൽ നിന്നും മാറിയാണ് ഇത്തവണ നീലകണ്ഠനെ തളച്ചിരിക്കുന്നത്. നീലകണ്ഠന്റെ പാപ്പാൻ സാബുച്ചേട്ടന്റെ പരിചരണ മികവ് അവനെ ആരോഗ്യത്തോടുകൂടി സംരക്ഷിക്കുന്നു. നീരുകാലത്ത് പാപ്പാനെ ഓടിക്കുന്നതും ആനകൾ കലിപ്പിൽ താൻ ഒട്ടും പിന്നിലല്ലെന്നും നീലകണ്ഠന്റെ പരാക്രമങ്ങൾ സൂചിപ്പിക്കുന്നു. നാടൻ ആനകളുടെ പല്ല് കൊഴിയുന്നതെങ്ങനെയാണ് നീലകണ്ഠന്റെ പാപ്പാൻ വിശദീകരിക്കുന്നു. മതം വേഗത്തിലൊലിക്കാൻ പാപ്പാൻ ആനയുമായി നടത്തുന്ന കളികളും ശ്രദ്ധേയമാണ്. ഗജശ്രേഷ്ഠൻ ചിറക്കടവ് തിരുനീലകണ്ഠന്റെ ഏറ്റവും ശ്രദ്ധേയമായ വീഡിയോകളിൽ ഒന്നാണിത്. നീലകണ്ഠനോട് വന്നിട്ട് എങ്ങനെ എടുക്കും? നീലകണ്ഠൻ കുഴപ്പമില്ല. ബൈക്കത്തെ എഴുന്നള്ളിപ്പെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നല്ലതായിരുന്നു. ഇവിടെ കൊണ്ട് കിട്ടി, നമ്പർ 14 കൊണ്ട് കിട്ടി, നല്ലൊരു ഇതായിട്ട് നിന്നു. അവിടുന്ന് ഓടിയത് അതിൻ്റെ ഇവിടെ കൊണ്ട് കിട്ടി. നവംബർ 25 തൊട്ട് കണ്ണെന്ന് ഇറങ്ങി ഒരു തുടങ്ങിയതാണ്. ആരോഗ്യസ്ഥിതി ഒന്നും കുഴപ്പമില്ല. നല്ല ഇതാണ്. എനിക്ക് അവിടെ ചെറുക്കട അവിടെ നിൽക്കുന്നതിലും കൂടുതൽ ഒലി കൂടാം. നല്ല തണലും നല്ല ഇതും ഒക്കെ ഉണ്ട്. ഒലി കൂടുന്നുണ്ട്. താടം മുട്ടിയാ രാവിലെ മുട്ടും എല്ലാം ഒഴിക്കുന്നു. ഇപ്പം കണ്ടില്ലേ ഒഴിച്ചോണ്ടിരിക്കുന്നു. അടുത്ത കണ്ണ് കൂടുതൽ ഒലിക്കുന്നുണ്ട്. അത് ആനയുടെ ആരോഗ്യത്തിന്റെ ലക്ഷണമല്ലേ? സാധാരണ ഇത്ര ഒലിക്കാറില്ല അവിടെ ആകുമ്പോൾ. അവിടെ എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ ആൾക്കാർ വന്ന് ഈ ശല്യപ്പെടുത്തും. ഈ ആന ഉച്ച സമയത്തൊക്കെ ഇങ്ങനെ ഒരു കൊമ്പയിലോട്ട് ഈ കമ്പൊക്കെ വെച്ച് ഭയങ്കര തണ്ടമൊക്കെ വെച്ച് ഇങ്ങനെ തൂങ്ങി നിൽക്കും, വിളിക്കും, ഒലിച്ചോളും. ഇത് വന്ന് എപ്പോഴും ആൾക്കാർ മക്കളെ ഇതുപോലെ പേനയും കൊണ്ട് വന്ന് ഈ പഴം കൊടുക്കാനും വരുമ്പോഴൊക്കെ ഈ ആന ശ്രദ്ധമാവും. അങ്ങനെ ഒരു നിൽക്കും. ഇവിടെ വേറെ ശല്യങ്ങളൊന്നുമില്ല. ഞാൻ രാവിലെ വരും ഇങ്ങനെ വന്ന് ഇപ്പോൾ ഉത്സവമായിട്ടൊക്കെ ഇവിടെ നിന്ന് തീറ്റ എടുത്ത് വെച്ചു അല്ലാതെ നിൽക്കുകയായിരുന്നു. അപ്പം അല്ലാതെ ശല്യമില്ല. അതുകൊണ്ട് നല്ല ഒലിവാനയ്ക്ക് ഇപ്പം 3 മാസമായി. അവിടെ 3 മാസം ഒലിക്കേണ്ട ഇവിടെ 2 മാസം ഒലിച്ചാൽ മതി. നേരത്തെ അഴിക്കാനും പറ്റും പാനം കഴിച്ചാൽ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. നല്ല കാലാവസ്ഥ, വേറെ ചടങ്ങുകളില്ല. ഇവിടെ ആനയുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ഈ കാട് ഇതിൻ്റെ ദിവസം വെട്ടിത്തെളിച്ചപ്പോൾ അറിയില്ല. ഓക്കെ. ഇവന്റെ ആരോഗ്യ സംരക്ഷണത്തിന് എന്നൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ. ഇപ്പം നല്ല വാഴപ്പിണ്ടി, പാടംകുടംപിണ്ടിയും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കും. വേറെ ഒന്നും ഇപ്പം കൊടുക്കേണ്ട ആവശ്യമില്ല. വേറെ ദോഷങ്ങളോ അസുഖങ്ങളൊന്നുമില്ല. പല്ലിന് കുഴപ്പമില്ല, അസുഖമില്ല. കണ്ടമാതിന് ഈ ആന സംബന്ധിച്ച് പറഞ്ഞാൽ ഹോർമോൺ കൂടുതലാണ് അന്ന് പറഞ്ഞില്ല. അതുപോലെ തന്നെ ആണെങ്കിൽ ഇവനെ ഈ വേറെ കാരണം ചില പല്ലിന് പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ സാറിന് ഈ സമയത്ത് ആനകൾക്ക് പല്ലിന് പ്രശ്നം ഉണ്ടാകാറുണ്ടാണ് സാറിന്? അത് നമുക്ക് പറയാൻ പറ്റുന്നതല്ലത്. ഈ ആനയ്ക്ക് ഇന്ന് കയറി എന്ന് പറഞ്ഞാൽ മറ്റു രീതി മരുന്ന് കൊടുത്ത് പല്ല് കളയോ അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ 2017 തൊട്ട് കയറുന്നു. അതിനകത്ത് 1 വർഷമേ മാറിയുള്ളൂ. എങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല. രണ്ടത്തിനോ ഒരു നോവോ അങ്ങനെ സംഭവം ആനയ്ക്കില്ല. ശരി. അപ്പോൾ 6-8 വർഷത്തിന് മേലായി ചേട്ടൻ ഇപ്പം തന്നെ. അല്ല അത് തന്നെയല്ല ഞാൻ പറഞ്ഞത്, വേറെ ഒന്നും അല്ല. മറ്റുള്ള ആനകളെ വെച്ചപ്പോൾ എല്ലാം വാഴപ്പിണ്ടിയും പോകും. ഇപ്പം ആനകൾക്ക് പനങ്കൈ വേണ്ടല്ലോ. പോതാ വാഴപ്പിണ്ടി ആനകൾക്ക് പല്ലില്ലല്ലോ. പിന്നെ തിന്നുന്ന കൊടുക്കുന്ന അതുപോലെ ദൂരം വരിക. ശരിയല്ലേ? ചവച്ചരയ്ക്കാനായിട്ട് ഇല്ല. അതുപോലല്ലേ കൊടുക്കുന്ന. ഈ പല്ല് നഷ്ടപ്പെടുന്നതിനുള്ള കാരണം എന്താ? കാരണം ഞാനിപ്പോൾ വ്യക്തമായ എന്ന് പറഞ്ഞാൽ ഈ പഴങ്ങളൊക്കെ കഴിക്കുന്നതിൻ്റെ ഈ മരുന്നൊക്കെ അതിനകത്ത് അടിച്ചേക്കുന്നൊക്കെ ഒരു ഘടകമാണോ? അതിൻ്റെ ഒന്നും ഇല്ല. അതൊക്കെ ആനയ്ക്ക് ഈ തൊള്ളി മരുന്ന് കൊടുത്തുമൊക്കെ അങ്ങനെയൊക്കെ പോകും. ഈ നീര് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും പറയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞതല്ല. ഇവിടെ ആർക്ക് ചെയ്യുന്നുണ്ടതല്ല, അങ്ങനെയാണല്ലോ സാധാരണഗതി. അത് പല്ലിനെ ബാധിക്കും. ഈ നീരുകാലം കുറയാനായാലും മനുഷ്യനായാലും പല്ല് പോയാൽ തീർന്നു ജീവിതം. അല്ല, ശരിക്കും വന്നിട്ട് പോതപ്പുല്ല് തിന്നാണ്ട് കുഴപ്പമെന്നാ? പോതപ്പുല്ല് ഇപ്പം ഈ കെമിക്കലല്ലേ ഇറങ്ങുന്നത്. കുത്തിവെച്ച് പോതപ്പുല്ല് വളർത്തി ഇറങ്ങുന്നില്ലേ? അങ്ങനെ പ്രശ്നമുണ്ടല്ലേ? പോതപ്പുല്ല് വാടിയിട്ട് കൊടുക്കരുത്. അത് ഇതാ ഏറ്റവും ദോഷം ചെയ്യും. ആനയ്ക്ക് ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പനമ്പട്ട തന്നെയാണോ? പനമ്പട്ട തീറ്റ മാറി കൊടുക്കണം. നല്ല തെങ്ങോല കൊടുക്കുക, നല്ല പനങ്കൈ,
അതാണെങ്കിൽ വിഷമില്ല, അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ഗുണം. ഒന്നുമില്ല. പോതെന്നൊക്കെ പറയുന്നത് ഇപ്പം മേടിക്കുന്നത് ഇവർ മരുന്നടിച്ച് കെമിക്കലിട്ട് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് ഇത് ചെയ്ത് അത് മേടിച്ചിരിക്കുന്നതും അപകടമല്ലേ. പിന്നെ പോത വാടിയാലും കിടങ്ങാം. അപ്പം ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് പല്ല് വേണം. പല്ലില്ലാ പറ്റിയ. പിന്നെ പണ്ടൊക്കെ കാരണവന്മാർ ഈ പോത്തൊക്കെ ചവച്ച് പല്ലില്ലാത്ത അന്നത്തെ ഉറപ്പ് പോയാലും ഇനിയിപ്പോൾ അതല്ലല്ലോ. ആനകൾക്ക് പല്ല് ആ തോട്ടുകാർ പോരെന്നൊക്കെ പറയാം, എന്നാ സൂപ്പർ ആനയായിരുന്നു. പല്ലില്ല, അതിൻ്റെ അവസ്ഥ കണ്ടു. എന്ന് ഓരോ ആനകൾ ഇങ്ങനെയാ. തീർന്നു വ്യക്തിപരമായിട്ട് പറഞ്ഞല്ല. അല്ല, പാനയ്ക്ക് പല്ല് ഒരു പ്രായം വരുമ്പോൾ പല്ല് പോയിട്ട് വീണ്ടും വരത്തില്ലേ? ആ ഒരു പ്രായപരിധി വരും. ഇതിപ്പോ പ്രായം നോക്കിയല്ല പല്ല് പോകുന്നു, അല്ലാതെ പോവല്ലേ. ഇങ്ങനെ നമ്മൾ നമ്മളിത് പറയുമ്പോൾ ആർക്കും സൂചിക്കത്തില്ല. അല്ല, ഉള്ള കാര്യമാണല്ലോ. പറയത്തില്ല നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കേസല്ല, പൊതുവിലുള്ള ആനക്കാർ കൂടുമ്പോൾ ഒന്നാണല്ലോ. ഒത്തിരി പാറ വെക്കണടുത്ത് ഇപ്പൊ ഞാൻ ഈ ആന കയറുന്ന എത്രയോ ആൾക്കാർക്ക് എന്നോട് വൈരാഗ്യമുണ്ട്. ഈ ആനയെ നല്ല രീതിയിൽ നന്നാക്കി എവിടെ കൊണ്ട് എഴുന്നള്ളിച്ചാൽ നല്ല നന്നാക്കി കഴുകി എഴുന്നള്ളിച്ച് 3 നേരം വെള്ളം കൊടുത്ത് എഴുന്നള്ളിച്ചിട്ട് എന്നെ വിടുക്കല്ല മകത്തോൻ്റെ അനക്കത്തെ അങ്ങ് പോകുന്നു. ഭഗവാന്റെ ആനയെ കൊണ്ട് ഞാൻ പോകുന്നു. നീലകണ്ഠനെ കണ്ട ആരും കുറ്റം പറയുകയല്ലോ, കാരണം അവന് ഒരു ആരോഗ്യസ്ഥിതി തന്നെയാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരിചരിക്കുന്നതിൻ്റെ ഒരു മികവ് തന്നെയാണെന്ന് ആർക്കും കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞ ചേട്ടനിത് ഇവിടെ ഇന്ന് വരെ കിട്ടി. ഇന്ന് വരെ ഒരു പരാതി ഉണ്ടാകാനോ ആനയുടെ ആനക്കാരൻ ഞാൻ തന്നെ ഇവിടെ വരും, ആന നോക്കും, ഉദ്യോഗസ്ഥന്മാരാളും അവർ വിളിക്കാറില്ല. കാരണം ഞാൻ കയറുന്നതുകൊണ്ട് ഇന്ന് വരെയും എനിക്ക് വിശ്വാസം കൈകാര്യമായി നോക്കുന്നുണ്ട്. അതെല്ലാം ഡോക്ടറാണേലും സബ് ഗ്രൂപ്പ് ഓഫീസർ ആണെങ്കിലും AC ആണെങ്കിലും ഡെപ്യൂട്ടി ആണെങ്കിലും മോളോട്ടുള്ള ആൾക്കാരെല്ലാം ഡെപ്യൂട്ടി ആനൊരാൾ അവർക്കെല്ലാം അറിയാം. പിന്നെ ഈ ഇവിടുത്തെ കമ്മിറ്റി ഇവർക്കൊക്കെ നമ്മളെ അറിയാം. ഒരു മനുഷ്യൻ നാട്ടുകാരുടെ ഒരു പിന്തുണയും ചേട്ടനുണ്ട്, എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഉണ്ട്, അവർക്കും അറിയാം. നമ്മളെ വന്നേപ്പിന് ഒരു അങ്ങനെയുള്ള മറ്റുള്ള കേസൊന്നും ഇല്ല. ഒരാനപ്പിനും കൊണ്ടോ അങ്ങനെ കേസ് പിടിക്കുക. നമ്മളതിൻ്റെ കാര്യങ്ങൾ റീസെൻ്റായിട്ടാണ് നോക്കണേ. ഒരാന നീരിക്കെട്ടി എന്ന് പറഞ്ഞാൽ പോവല്ല, നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ചോറ് എപ്പോഴും നമ്മൾ ആരാണെന്ന് പറഞ്ഞാലും ശരി. ചേട്ടാ ഇപ്പൊ ഇവന് ഈ മറ്റേ ഇപ്പൊ ചേട്ടനോട് ഇതുണ്ടോ, കലിപ്പുണ്ടോ? ഉണ്ട്. അപ്പൊ ഭയങ്കര ഓടിയും കഴിഞ്ഞ് ഇപ്പൊ നിൽക്കുക. ഞാൻ പിന്നെ അവിടെ ഇങ്ങനെ പറഞ്ഞു ആണോ ഇപ്പൊ ഈ സമയം ഉറങ്ങുന്ന സമയം ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അതാ മയങ്ങി ഇങ്ങനെ നിൽക്കുന്നത് ഈ സമയത്തൊക്കെ. അതാണ് ഒരു മയക്കം പോലെ കണ്ണിന്റെ ഒക്കെ ഒരു മയക്കം ഉള്ളതാണ്, കണ്ണട ഈ സമയത്ത് ഉറക്കമുള്ള. ഈ സമയത്ത് ആയതുകൊണ്ടാണ് ചേട്ടൻ ഇപ്പൊ ഓടിക്കാത്ത അല്ലേ? ഇപ്പം ഒന്നുകൂടെ ഒന്ന് വരും ഓടിക്കുകയല്ലേ ചെയ്യും. ആണല്ലേ, നന്നായിട്ട് ഒലിക്കുന്നുണ്ടല്ലേ? ഉണ്ട്, നല്ല ഒലിവാ. അത് സ്ഥിരം പരിപാടിയാണോ? കൂട്ടുകൂടാ ഇതിനെ ഇളകുമ്പോഴേ ഒലിപ്പ് കൂട്ടുകൂടല്ലേ? ഇളകുന്നല്ല നീ പറഞ്ഞ മാറി അങ്ങോട്ട് ആവട്ടെ
എവിടെ എവിടെ കൈ എവിടെ എടുക്കേ അങ്ങനെ കിട്ടില്ല കിട്ടിയല്ലേ? അവിടെ അവിടെ നല്ല മേടിക്കും നല്ല മേടിക്കും അവിടെ ചേട്ടൻ ചുമച്ചാലും കൈ കിട്ടുന്നതല്ലേ ശരിക്കും? നീരിലായതുകൊണ്ടാണല്ലേ? എന്നാലും അവന് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ ചുമക്കുന്നത്. അവൻ്റെ ഓർമ്മയിലുണ്ട്. എല്ലാം ചെയ്ത് ഒറ്റ ചോദിക്കുക പോകണേ പോവാ അങ്ങനെ പോകണേ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ ദയവായി VM പ്രദീപ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.